പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് യേശു തന്റെ 12 അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്ത് അവരെ തന്റെ പക്കലോട്ട് വിളിക്കുന്ന ഭാഗമാണ്. ഈ 12 പേരുടെ പേരുകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമാന്തര സുവിശേഷങ്ങളില് സുവിശേഷകന്മാരെല്ലാം ഒരുപോലെ ഏറ്റവും അവസാനം അടയാളപ്പെടുത്തിയിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ഒറ്റുകാരനായ യൂദാസ്കറിയോത്ത എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒറ്റുകാരൻ എന്ന് യൂദാസിനെ വിളിക്കുന്നത്? യൂദാസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവന്റെ പേരിന്റെ അർത്ഥം സ്തുതിക്കപ്പെടേണ്ടവൻ എന്നാണ്. യേശുവിന്റെ 12 സ്ലീഹന്മാരിൽ ഒരാൾ എന്ന നിലയിൽ അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് സഭയിലെ ഒരു മെത്രാന്റെ സ്ഥാനമായിരുന്നു. അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ ഇടയിൽ യേശു തൻ്റെ പണസഞ്ചി കൈകാര്യം ചെയ്യുവാനായിട്ട് അവനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ അന്ത്യത്താഴത്തിന്റെ സമയത്ത് യേശുവിന്റെ വലതുവശത്ത് നിൽക്കുന്നതായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് യൂദാസാണ്. ഇപ്രകാരം ദൈവം സ്നേഹിച്ച ഒരു ശിഷ്യൻ ഇങ്ങനെ ഒറ്റുകാരൻ എന്ന ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുവാനുള്ള കാരണം എന്താണ്? ജീവിതത്തിൽ യൂദാസ് എടുക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അതായത് അവൻ്റെ ഫണ്ടമെന്റൽ ചോയ്സ് എന്ന് പറയുന്നത് അത് ദൈവത്തിന് എതിരായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെ പേരിലാണ് അടയാളപ്പെടുത്തപ്പെടുക. ഭാവിയിൽ നമ്മൾ എപ്രകാരമായിരിക്കും അടയാളപ്പെടുത്തപ്പെടുക? യൂദാസിനെ പോലെ ഒറ്റുകാരുടെ നിരയിലോട്ടാണോ അതോ വിശ്വാസം അഭംഗരം കാത്തു സൂക്ഷിക്കുന്നവരുടെ നിരയിലോട്ടാണോ? നമുക്ക് ചിന്തിക്കാം. സ്തുതിയായിരിക്കട്ടെ. നിൻ വഴിയേ നടക്ക